സമസ്തകളുടെ ജമീഅത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം 100 വർഷത്തെ പഴക്കമുള്ള പ്രസ്ഥാനമാണ്. അതിലേറ്റവും കൂടുതൽ കാലം സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയുമായ നേതൃത്വമാണ് എല്ലാ കാലത്തും ഭരിക്കുന്ന ഭരണകക്ഷികളെ, അത് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളിലാളും കാണാറുണ്ട്, ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി മുമ്പും പല പ്രാവശ്യം കണ്ടതാണ്, കേരള യാത്രയിൽ പറഞ്ഞതാണ്. ഞങ്ങൾ സ്വരൂപിക്കുന്ന അഭിപ്രായങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ പരാതികൾ, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ അതാത് ഡിപ്പാർട്ട്മെൻ്റ് അറിയിക്കുന്നത് ഈ വിരുന്ന് തന്നെ പലപ്പോഴും പറഞ്ഞതാണ്. അത് മുഖ്യമന്ത്രിക്ക് അന്ന് തന്നെ തിരുവനന്തപുരത്ത് വെച്ച് കഴിഞ്ഞ 16-ാം തീയതി നൽകി. പ്രധാനമന്ത്രി അറിയിക്കുന്നതിന് വേണ്ടിയാണ്. പല അർത്ഥത്തിൽ ഒരു വ്യവസ്ഥാപിത ഭരണകൂടത്തിന് കീഴിൽ, സുരക്ഷിതമായ ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ പൂർണ്ണമായ ജനാധിപത്യത്തോടുകൂടെ ജീവിക്കുന്നു എന്ന നിലയിൽ സുരക്ഷിതരാണല്ലോ. ഞങ്ങൾ എന്നും പറയുന്നതാണ്. പിന്നെ പ്രശ്നങ്ങൾ, പരാതികൾ, പ്രയാസങ്ങൾ അത് ഞങ്ങൾ എപ്പോഴും ഉയർത്താറുണ്ട്. ഞങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ ഞങ്ങൾ ചോദിക്കുന്നതാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു സുരക്ഷിതമായ, പൂർണ്ണ സുരക്ഷ നൽകുന്ന ഭരണഘടനയുണ്ട്, കോടതി സംവിധാനങ്ങളുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഉസ്താദ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനാണല്ലോ വിശദീകരിക്കേണ്ടത്. അപ്പോൾ അത് ഉസ്താദ് തന്നെ ഫേസ്ബുക്കിൽ എഴുതിയതോ ആണല്ലോ. പറഞ്ഞത് എന്താണ്, ഉപേക്ഷിക്കുന്നത് എന്താണ്, പിന്നെ വേറുള്ളവരല്ലല്ലോ അത് വിശദീകരിക്കേണ്ടത്. വിശുദ്ധ റമദാൻ ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ അവരുടെ ആത്മവിശുദ്ധിയുടെയും സംസ്കരണത്തിൻ്റെയും മാനവികതയുടെയും ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത്. അതിനു വേണ്ടി മഅദിൻ അക്കാദമി വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളാണ്. ഇന്ന് മാസപ്പിറവി ദർശിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. മാസപ്പിറവി ദർശിക്കുന്നതിനും എല്ലാ സംവിധാനങ്ങളും അറേഞ്ച്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. കടലുണ്ടി കോർണിഷ് പള്ളിയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി. ഇന്ന് മാസം കണ്ടില്ലെങ്കിൽ വ്യാഴാഴ്ച മാസം 1 വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ്. ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുക എന്നതിൻ്റെ ഭാഗമായി അന്ന് നടക്കുന്ന ബാങ്കും ഖുതുബ കർമ്മവും നിസ്കാരവും ശേഷമുള്ള പ്രഭാഷണവും എല്ലാം ഭിന്നശേഷിക്കാരായിരിക്കും. അവർക്കത് വലിയ ഒരാത്മവിശ്വാസം നേടിക്കൊടുക്കുന്ന സമയമാണ്. വരുന്ന ശനിയാഴ്ച തൊട്ട് സ്ത്രീ സമൂഹത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി ഹോം സയൻസ്, പ്രീ മാരിറ്റൽ വോയിസ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാം നടക്കുന്നു. ബദർ ദിനത്തിൽ ബദർ അനുസ്മരണ സമ്മേളനം, അതോടുകൂടെ തന്നെ 12 മണിക്കൂർ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോരുന്ന ബദർ കിസ്സ പാട്ടുകൾ രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ
അങ്ങനെ വ്യത്യസ്തങ്ങളായ കർമ്മ പദ്ധതികളാണ് 27-ാം രാവിന് ആ വലിയ പ്രാർത്ഥനാ മജ്‌ലിസോടുകൂടെയാണ് നമ്മുടെ കർമ്മ പദ്ധതികൾ സമാപിക്കുന്നത്. പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. കേരള യാത്രയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളും പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു. എന്തായാലും കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലായിരുന്നു. സമസ്തകളുടെ ജമീഅത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം 100 വർഷത്തെ പഴക്കമുള്ള പ്രസ്ഥാനമാണ്. അതിലേറ്റവും കൂടുതൽ കാലം സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയുമായ നേതൃത്വമാണ് എല്ലാ കാലത്തും ഭരിക്കുന്ന ഭരണകക്ഷികളെ, അത് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളിലാളും കാണാറുണ്ട്, ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി മുമ്പും പല പ്രാവശ്യം കണ്ടതാണ്, കേരള യാത്രയിൽ പറഞ്ഞതാണ്. ഞങ്ങൾ സ്വരൂപിക്കുന്ന അഭിപ്രായങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ പരാതികൾ, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ അതാത് ഡിപ്പാർട്ട്മെൻ്റ് അറിയിക്കുന്നു ഈ വിരുന്ന് തന്നെ പലപ്പോഴും പറഞ്ഞതാണ്. അത് മുഖ്യമന്ത്രിക്ക് അന്ന് തന്നെ തിരുവനന്തപുരത്ത് വെച്ച് കഴിഞ്ഞ 16-ാം തീയതി നൽകി. പ്രധാനമന്ത്രി അറിയിക്കുന്നതിന് വേണ്ടിയാണ്. പല അർത്ഥത്തിൽ ഒരു വ്യവസ്ഥാപിത ഭരണകൂടത്തിന് കീഴിൽ സുരക്ഷിതമായ ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ പൂർണ്ണമായ ജനാധിപത്യത്തോടുകൂടെ ജീവിക്കുന്നു എന്ന നിലയിൽ സുരക്ഷിതരാണല്ലോ. ഞങ്ങൾ എന്നും പറയുന്നതാണ്. പിന്നെ പ്രശ്നങ്ങൾ, പരാതികൾ, പ്രയാസങ്ങൾ അത് ഞങ്ങൾ എപ്പോഴും ഉയർത്താറുണ്ട്. ഞങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ ഞങ്ങൾ ചോദിക്കുന്നതാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു സുരക്ഷിതമായ പൂർണ്ണ സുരക്ഷ നൽകുന്ന ഭരണഘടനയുണ്ട്, കോടതി സംവിധാനങ്ങളുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഉസ്താദ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനാണല്ലോ വിശദീകരിക്കേണ്ടത്. അപ്പോൾ അത് ഉസ്താദ് തന്നെ ഫേസ്ബുക്കിൽ എഴുതിയതോ ആണല്ലോ. പറഞ്ഞത് എന്താണ്, ഉപേക്ഷിക്കുന്നത് എന്താണ്, പിന്നെ വേറുള്ളവരല്ലല്ലോ അത് വിശദീകരിക്കേണ്ടത്. അതിൽ ഇത്തവണ ഞങ്ങളൊരു പുതിയ പള്ളി, ടെക്നോറിയം പള്ളി, മാജിൻ ഗ്രാൻഡ് മസ്ജിദിനേക്കാൾ വിശാലവും സൗകര്യവുമായ പള്ളി കഴിഞ്ഞ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അവിടെ 12ഓളം കോളേജുകൾ, അതിൻ്റെ പരിസരത്ത് ടെക്നോറിയം ക്യാമ്പസ്, ഫോറിൻ ലാംഗ്വേജ് സെൻറ്റർ, അതുപോലെ തന്നെ പോളിടെക്നിക്ക്, ഫാർമസി കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അപ്പുറത്ത് BEd കോളേജ്, LLB കോളേജ്. അവിടുത്തെ കുട്ടികളെ ആ പള്ളിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന ഇന്നത്തെ ആധുനികത്തിൻ്റെല്ലോ ലഹരിയും മറ്റൊക്കെ, അതിനെക്കുറിച്ചൊക്കെ പുതിയ ബോധവൽക്കരണങ്ങളും മറ്റ് പലതും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 4 പേര്. ഐക്യപ്പെടേണ്ടതിന്റെ ആവശ്യകത കഴിഞ്ഞ ഉസ്താദ് തന്നെ വിശദമാക്കിയപ്പോൾ ഇനി എങ്ങനെയാണ് തുടർ ചർച്ചകളൊക്കെ, പ്രോസസ് എങ്ങനെയാണ്? ചർച്ചകൾ നടക്കണം. ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് യോജിക്കണം, ഒന്നാകണം എന്നുള്ള ഉസ്താദ് പറഞ്ഞത്. വിമർശിക്കുന്ന രീതിയിലായി പോയോ?
സജീവനായി പ്രശ്നങ്ങൾക്ക് ഒന്നും അറിയില്ല, അതിനൊരു പരാമർശം സായിന്റെ ഭാഗത്തു നിന്നും തന്നെ ബുദ്ധിമുട്ടായ രീതിയിലായോ? ആദ്യാന്ത്യം ശ്രദ്ധിച്ചാൽ അവിടെ പ്രമേയം ആധികാരികമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഐക്യത്തിൽ എല്ലാവരും ഭാഷകൾ നന്നാക്കണം, എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എൻ്റെ സംസാരമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാ കാര്യങ്ങളും ഞങ്ങളെപ്പോഴും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. എന്നും ഞങ്ങൾ കുടുംബത്തെ പോലെയാണ് കഴിയുന്നത്. തുടർന്നും എല്ലാ സഹകരണവും ആവശ്യപ്പെട്ടുകൊണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.